ഹലോ എവ്രിവൺ, CFA മാസ്റ്ററി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ CFA ലെവൽ 1 90% മാർക്കോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായതെന്നും എൻ്റെ സ്റ്റഡി റുട്ടീൻ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് എനിക്ക് പറയാനുള്ളത്, എന്നോട് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. CFA മാസ്റ്ററി മലയാളം എന്ന് തന്നെയാണ് പേര്. അതിൽ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ CFA മാസ്റ്ററി മലയാളം @gmail.com എന്ന ഇമെയിലിലും എന്നോട് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചതിന് വളരെയധികം നന്ദി. സോ എൻ്റെ സ്റ്റഡി റുട്ടീനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ കുറച്ച് ബേസിക് ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്യാം. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എത്ര നാളെടുത്തു എന്നതാണ്. CFA ലെവൽ 1 പ്രിപ്പറേഷനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും മണിക്കൂറുകളുടെ കണക്കാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും അതുപോലെ പറയുകയാണെങ്കിൽ 700 മുതൽ 750 മണിക്കൂർ വരെ ഞാൻ CFA ലെവൽ 1 പഠിച്ചിരുന്നു. അതായത് ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് പഠിക്കുവാണെങ്കിൽ ഏകദേശം 6 മാസം ഞാൻ CFA ലെവൽ 1 പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് വരും. എന്നാൽ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ പറയുന്നത് ഒരു ശരാശരി വ്യക്തി ഏകദേശം 300 മുതൽ 400 മണിക്കൂർ വരെയാണ് CFA ലെവൽ 1 പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏകദേശം ഇരട്ടി സമയം എടുത്തിരിക്കുകയാണ് പ്രിപ്പറേഷന് വേണ്ടി. അത് എന്തുകൊണ്ടായിരുന്നു എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വഴിയെ പറയുന്നതാണ്. അടുത്തത് എന്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നാണ്. ഞാൻ BCom ആണ് എന്റെ ഡിഗ്രി ചെയ്തത്. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ CFA ലെവൽ 1 പ്രിപ്പറേഷൻ തുടങ്ങിയത്. നെക്സ്റ്റ്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ ആക്ച്വലി CFA ലെവൽ 1 പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ വേറെ പല എക്സാംസും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമായിരുന്നു CFA. അവസാനത്തെ ചോദ്യം, ഞാൻ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിരുന്നോ എന്നതാണ്. ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്തിരുന്നു, എന്നാൽ അവരുടെ ഫുൾ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സംശയകരമാണ്. കാരണം ഞാൻ പേഴ്സണലി സ്വന്തമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ CFA പോലൊരു പുതിയൊരു എക്സാം കമ്പാരിറ്റീവ്ലി അധികം പേര് നമുക്ക് പറഞ്ഞു തരാനൊന്നും ഇല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് എക്സാം എന്നും എങ്ങനെയാണ് ഇതിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിന് കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നും എന്നൊക്കെയുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാം എന്ന് തീരുമാനിച്ചത്. കാരണം എന്നെ സംബന്ധിച്ച് ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കല്ലാതെയും പഠിക്കാം. അതിന്റെ ടെക്സ്റ്റ് ബുക്കും ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആക്കി തരുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രോപ്പർ ഗൈഡൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള CFA ലെവൽ 1 ലെവൽ 2 ലെവൽ 3 എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർ അവർ തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെയധികം വാല്യുബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ഗൈഡൻസിന് വേണ്ടിയാണ് പ്രധാനമായും ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത്. അതുകൊണ്ട് ആ കാരണത്താൽ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിരുന്നു. അതൊരു മുംബൈ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഏകദേശം 30,000 രൂപയായിരുന്നു അന്ന് അതിന്റെ ഫീസ്. ഇപ്പോൾ അത് വളരെയധികം കൂടുതലായി എന്നാണ് ഞാൻ അറിഞ്ഞത്. സോ മെയിൻലി ഗൈഡൻസ് ആയിരുന്നു എനിക്ക് പ്രധാനം. അതെനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടി. സോ ഈ 4 ഡൗട്ട്സ് ആണ് ഞാൻ ആദ്യം തന്നെ ആൻസർ ചെയ്യാം എന്ന് വിചാരിച്ചത്. സോ നമുക്കിനി മെയിൻ പാർട്ട് ഓഫ് ദ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു ഇമ്പോർട്ടന്റ് നോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന എന്റെ സ്റ്റഡി റുട്ടീനൊക്കെ വളരെ പേഴ്സണലൈസ്ഡും സബ്ജക്റ്റീവുമാണ്. അതുപോലെ ഇതൊരു ഐഡിയൽ പ്രിപ്പറേഷൻ ആണെന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എന്റെ റുട്ടീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുകയും എന്റെ മിസ്റ്റേക്സിനെ പറ്റി ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ കാണുകയും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അത് ചെയ്യാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളൊരു പ്രിപ്പറേഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ എയിമും നിങ്ങളുടെ ലേണിംഗ് കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ച് വേണം നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു പ്രിപ്പറേഷൻ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കാൻ. കാരണം എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും CFA ലെവൽ 1 പ്രിപ്പയർ ചെയ്തത് എങ്ങനെയും ഒപ്പിച്ച് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാം, ഇതിന്റെ സർട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് എങ്ങനെയും വേണം, അതിനുവേണ്ടി കുറച്ച് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാം, ഇച്ചിരി ട്രിക്സ് ഒക്കെ പഠിക്കാം, അങ്ങനെ ക്ലിയർ ചെയ്തേക്കാം എന്നൊന്നും ഉദ്ദേശിച്ചല്ല. എന്റെ എയിം ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ എയിം ചെയ്തത് ഞാൻ ആഗ്രഹിക്കുന്ന ടോപ്പ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആയിക്കോട്ടെ, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഡൊമൈൻ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഡൊമൈൻ നോളജ് നമ്മുടെ നാട്ടിൽ ഡിഗ്രി കഴിയുന്ന ഒരു ശരാശരി ഡിഗ്രിക്കാരന് ഈ ഡൊമൈൻ നോളജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്കുള്ള ഈ ഡൊമൈൻ നോളജിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ന്യൂസ് പേപ്പേഴ്സും യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ മൂവീസും ഒക്കെ ആയിരുന്നു. ബട്ട് അതൊന്നും അത്രയും ഓർഗനൈസ്ഡ് ഒന്നും ആയിരുന്നില്ല. സോ ഞാൻ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് CFA എന്നൊരു കോഴ്സിനെ പറ്റി അറിഞ്ഞത്. കാരണം CFAയുടെ കരിക്കുലം എന്ന് പറയുന്നത് റിയൽ വേൾഡ് ഫിനാൻസിനെ പറ്റി വളരെയധികം ഡീറ്റെയിൽഡും ഇൻഡെപ്തും ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ CFA വേൾഡ് വൈഡ്
വൈഡ് റെക്കഗ്നൈസ്ഡും ആയതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. സോ എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്റെ എയിം എന്ന് പറയുന്നത് CFAയുടെ അല്ലെങ്കിൽ CFA ലെവൽ 1ന്റെ കരിക്കുലം മാക്സിമം പഠിക്കുക, അതായത് പറ്റുമെങ്കിൽ 100% കോൺസെപ്റ്റ്സും പഠിക്കുക. അതായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യം. എക്സാം ക്ലിയർ ചെയ്യുന്നതൊക്കെ എനിക്ക് സെക്കൻഡറി ആയിരുന്നു. കാരണം എനിക്കറിയാം കംപ്ലീറ്റ് കരിക്കുലം എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എക്സാം ക്ലിയർ ചെയ്യുന്നത് അത്ര വലിയ വിഷയമുള്ള കാര്യമല്ലെന്ന്. സോ ഇതുകൊണ്ട് കൂടിയാണ് ഒരു ശരാശരി വ്യക്തി 300 മുതൽ 400 മണിക്കൂർ വരെ പ്രിപ്പയർ ചെയ്യാൻ എടുത്തപ്പോൾ എനിക്ക് 700 മുതൽ 750 മണിക്കൂർ വരെ പ്രിപ്പയർ ചെയ്യാൻ എടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം CFAയുടെ കരിക്കുലം, CFA ലെവൽ 1ന്റെ കരിക്കുലം തന്നെ വളരെ വൈഡും വളരെ ഡീറ്റെയിൽഡുമാണ്. CFA ലെവൽ 2 ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും. എന്നാൽ ഈ കരിക്കുലം ഫുൾ, അതായത് 0 to 100% കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലേ നിങ്ങൾ പാസ് ആവുകയുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം 2-3 മാസം കൊണ്ട് ക്ലിയർ ചെയ്തവരെ വരെ എനിക്കറിയാം. അത്രയും ചെറിയ ഒരു ടൈം പീരീഡ് കൊണ്ട് ഈ കരിക്കുലം മൊത്തം A to Z പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോ ഇതുപോലെ നിങ്ങളുടെ എയിമും ലേണിംഗ് കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം. ചിലപ്പോൾ എന്റെ കൂട്ട് ഡൊമൈൻ നോളജിന്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. കാരണം ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് പോലും എന്റെ കൂടെ ഈ ഇൻഡസ്ട്രിയിൽ എത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ളവരും എന്റെ കൂടെ പഠിച്ചിരുന്നു. അവർക്ക് ഈ ഡൊമൈൻ നോളജ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവർക്ക് അതിന്റെ നോളജ് ഉണ്ട്. അവർക്ക് പ്രധാനം ഈ എക്സാം എങ്ങനെയും ക്ലിയർ ചെയ്യുക എന്നാണ്. കാരണം അവരുടെ പ്രൊമോഷന് വേണ്ടിയും അങ്ങനെ പല കാരണങ്ങളാൽ അവർക്ക് CFA സർട്ടിഫിക്കേഷൻ ആണ് അവർക്ക് പ്രധാനം. അതിലൊരു തെറ്റുമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങളുടെ എയിം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നിങ്ങളുടെ ലേണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ അനുസരിച്ചാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിനി സ്ട്രെയിറ്റ് എന്റെ പ്രിപ്പറേഷൻ ടൈം ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു അറൌണ്ട് 6 months ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. ഈ 6 months ഞാൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. 4 monthsന്റെ ഫസ്റ്റ് പാർട്ടും 2 monthsന്റെ സെക്കൻഡ് പാർട്ടും. സോ ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഫസ്റ്റ് 4 monthsൽ ഞാൻ ഫുൾ ഫോക്കസ് ചെയ്തിരുന്നത് CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കരിക്കുലം ഫുൾ, അതായത് കംപ്ലീറ്റ് പഠിക്കുക എന്നതായിരുന്നു. അഫ്കോഴ്സ് CFAയുടെ കരിക്കുലം അത് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം അത്യാവശ്യം നല്ല വൈഡാണ്, നല്ല ഹ്യൂജ് ആണ്. സോ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു എന്റെ ഗെയിം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ ആ ഫസ്റ്റ് 4 months ഞാൻ ഫുൾ CFAയുടെ കരിക്കുലത്തിലെ കോൺസെപ്റ്റ്സ് പഠിക്കുകയായിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ട്, അതായത് ലാസ്റ്റ് 2 monthsൽ ഞാൻ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിരുന്നത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവിഷൻ, അതായത് എല്ലാ സബ്ജക്ട്സിന്റെയും റിവിഷൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി എക്സാം ഡേ വരെ ഞാൻ ചെയ്തിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് CFA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറൌണ്ട് 1600 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ മോക്ക് ടെസ്റ്റുകളെല്ലാം CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകളാണ് ഞാൻ ചെയ്തത്. സോ ഇത്രയുമാണ് ഒരു ബേർഡ്സ് ഐ വ്യൂ പോലെ എന്റെ 6 months പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഓരോ പാർട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ എന്ന് നോക്കാം. സോ എന്റെ ആദ്യത്തെ 4 മാസത്തെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ എന്റെ എയിം പറഞ്ഞ പോലെ മാക്സിമം CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കരിക്കുലം, CFA ലെവൽ 1 കരിക്കുലം മാക്സിമം പഠിക്കുക. അതായത് പറ്റുമെങ്കിൽ 100% തന്നെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് എല്ലാം പഠിക്കുക എന്നായിരുന്നു എന്റെ എയിം. സോ അതിന് ഞാൻ യൂസ് ചെയ്ത റിസോഴ്സസ് ആണ് ഇവയൊക്കെ. സോ ഫസ്റ്റ് തന്നെ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ കരിക്കുലം തന്നെയാണ്. ഓഫ്കോഴ്സ് ഇതായിരുന്നു എന്റെ പ്രൈമറി റിസോഴ്സ്. ഇതിൽ നിന്നാണ് ഫുൾ കോൺസെപ്റ്റ്സും പഠിച്ചത്. ഇത് ഓഫ്കോഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആണ്, വളരെ ലോങ് ആണ്. ആൻഡ് ഇതിൽ നിന്ന് ഫുൾ പഠിക്കാന്ന് വെച്ചാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ്ങും ആണ്. സോ അതുകൊണ്ട് അത്രയും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറെ ടൈം എടുത്ത് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാപ്ലിൻ ഷെസറിന്റെ CFA ലെവൽ 1 ബുക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഡീറ്റെയിൽഡ് ആണ്, പക്ഷെ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ കരിക്കുലം ബുക്സ് പോലെ അത്രയും ഡീറ്റെയിൽഡും അത്രയും ലോങ് ഒന്നുമല്ല. ഇത് കുറച്ചുകൂടെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. ബിക്കോസ് ഇറ്റ്സ് ആൻ ആസ്പിറൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇത് കുറച്ചുകൂടെ ഈസിയാണ്. അതായത് CFA ഇൻസ്റ്റിറ്റ്യൂട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് കുറച്ചുകൂടെ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഈസി ആയിട്ടൊക്കെ അവർ ഇവരുടെ ബുക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ എന്റെ പ്രിപ്പറേഷൻ ടൈമിൽ കാപ്ലിൻ ഷെസറിന്റെ CFA ലെവൽ 1 ബുക്സ് യൂസ് ചെയ്തിരുന്നു. എനിക്ക് നല്ല അഭിപ്രായമാണ് ഇവരുടെ ബുക്സിനെ പറ്റി. സോ നെക്സ്റ്റ് എന്റെ പ്രിപ്പറേഷനിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സസ്. സാറ്റർഡേ സൺഡേ ആയിരുന്നു അവരുടെ ക്ലാസ്സസ്. ഞാൻ പക്ഷേ ഇവരുടെ ലൈവ് ക്ലാസ്സസ് ഒന്നും അങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഒരു 90% തന്നെയാണ് പഠിച്ചത്. കാരണം CFA തന്നെ നമുക്ക് അതിന്റെ ആവശ്യമായ ടെക്സ്റ്റ് ബുക്കും റിസോഴ്സസും എല്ലാം തരുന്നതാണ്. സോ എനിക്ക് സ്വന്തമായിട്ട് വായിച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ എനിക്ക് അറിയാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സസ് ഉണ്ട്, അവർ റെക്കോർഡ് ചെയ്ത് വെക്കും. ലൈവ് ക്ലാസ്സസ് അവർ റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. സോ അങ്ങനെ എനിക്കറിയാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ ഞാൻ അവരുടെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിലുപരി എനിക്ക് കിട്ടേണ്ട ഗൈഡൻസ് അവർ കൃത്യമായിട്ട് അവരുടെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബിലെ ക്ലാസ്സസും അതുപോലെ അവരുടെ നോട്ട്സും ഒക്കെ വളരെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാണ് FinTree എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇവരുടെ
നമ്മുടെ നോട്ട്സ് ഒക്കെ വളരെ നൈസ് ആയിരുന്നു. ഇത് ആക്ച്വലി ഒരു സമ്മറി കൈൻഡ് ഓഫ് നോട്ട്സ്. ഷെസറിന്റെ പോലെ അത്രയും ഡീറ്റെയിൽഡ് അല്ല, കുറച്ച് പേജസേ ഉള്ളൂ. എസ്പെഷ്യലി നിങ്ങൾക്ക് റിവിഷൻ ടൈമിലൊക്കെ, അതായത് വൺസ് നിങ്ങൾ ആ കോൺസെപ്റ്റ്സും കരിക്കുലം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിവിഷന്റെ സമയത്ത് പിന്നെ ആ കോൺസെപ്റ്റ്സും കരിക്കുലം ഫുൾ ആയും തൊട്ട് വായിക്കാൻ പറ്റില്ല. അപ്പോഴും ഇതുപോലത്തെ ഫിൻട്രിയുടെ സമ്മറി കൈൻഡ് ഓഫ് നോട്ട്സ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മേജർ റിസോഴ്സ് ആയിരുന്നു യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് CFA ലെവൽ 1 കോൺസെപ്റ്റ്സിനെ പറ്റി. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണിക്കും. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ അപ്ലോഡ് ചെയ്യുന്ന അവരുടെ CFA ലെവൽ 1 വീഡിയോസ് ഉണ്ട്. സോ അതും ഞാൻ ഒത്തിരി കണ്ടിരുന്നു. ഇതിനോടൊപ്പം ഞാൻ എൻ്റെ CFA ലെവൽ 1 പ്രിപ്പറേഷൻ ചെയ്തൊരു മേജർ മിസ്റ്റേക്കിനെ കൂടി പറ്റി പറയാം. എൻ്റെ ഈ ഫസ്റ്റ് 4 months ഓഫ് പ്രിപ്പറേഷനിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും കോൺസെപ്റ്റ്സ് പഠിക്കുകയും അതുപോലെ കരിക്കുലം കംപ്ലീറ്റ് ചെയ്യുകയും മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം പ്രിപ്പറേഷന് തുടക്കത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ലാസ്റ്റ് 2 months ആയിരിക്കും ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതും. പക്ഷെ അത് വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ CFA ലെവൽ 1 കരിക്കുലം ആയിക്കോട്ടെ വളരെ വൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കരിക്കുലം മാത്രം പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യാതിരിക്കുക, എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ്സും ഫസ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോകും. ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടാലും അതെങ്ങനെ ചെയ്യണമെന്നൊന്നും ഓർമ്മ കാണത്തില്ല, ഇത് എന്താ ക്വസ്റ്റ്യൻസ് എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. എന്നാൽ കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ പിന്നീട് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഒരു കുറച്ചെങ്കിലും ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ കാണും. സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചാൾ കഴിഞ്ഞാലും നിങ്ങളുടെ ബ്രെയിനിൽ അത് കിടക്കും. സോ ഇനി എന്റെ ലാസ്റ്റ് 2 months പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. CFA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവൈലബിൾ ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അറൌണ്ട് 1600 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഞാൻ മിനിമം 2 വട്ടമെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് അത് കൂടുതൽ വട്ടം ചെയ്തിട്ടുണ്ട്. അതായത് 3200 വട്ടമെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻസ് മിനിമം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം ഡേക്ക് ഒരു 1 week മുന്നേ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എക്സാമിന് 1 week മുന്നേ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്ത് മനസ്സിലാക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. അതല്ലാതെ ഇപ്പൊ നാളെയാണ് എക്സാം, ഇന്നുമായിട്ടും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സെറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ഒരു സമയം വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ടെൻഷൻ കൂടും, മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഓവർ പ്രഷറൈസ്ഡ് ആവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു 1 week മിനിമം ഒരു 1 week മുന്നെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. പിന്നുള്ളതാണ് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CFA പോലൊരു എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ. കാരണം CFA ലെവൽ 1 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പഠിക്കേണ്ട കോൺസെപ്റ്റ്സ് ഒക്കെ അത്രയും ഭയങ്കര പാടുള്ള കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത കോൺസെപ്റ്റ്സ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫേർട്ട് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. പക്ഷെ മെയിൻ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇതിന്റെ എക്സാം ആണ്. കാരണം എക്സാം ദിവസം ഈ 10 സബ്ജക്റ്റുമാണ് എക്സാമിന് ചോദിക്കുന്നത് ഒരുമിച്ച്. അല്ലാതെ നമുക്കൊരു 3 സബ്ജക്ട് നാളെ എക്സാം എഴുതാം, അതിനുശേഷം ഒരു 3 സബ്ജക്ട് 2 ആഴ്ച കഴിഞ്ഞ് എഴുതാം, അങ്ങനെയൊന്നും പറ്റത്തില്ല. ഒറ്റ ദിവസം സിംഗിൾ സ്ട്രെച്ചിൽ ഈ 10 സബ്ജക്ട്സും ഒരുമിച്ച് ചോദിക്കും. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മിക്സ്ഡ് ആയിരിക്കും. അതിനർത്ഥം ഇപ്പോൾ ഒരു എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫിക്സ്ഡ് ഇൻകമിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഈ 10 സബ്ജക്ട്സ് ഓർമ്മ വേണം. അങ്ങനെ ഓർമ്മ നിൽക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, റിവിഷൻ. ഈ 10 സബ്ജക്ട്സും കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാം ദിവസം വരെയും നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ഈ 10 സബ്ജക്ട്സും മറന്നു പോകാതെ കിടക്കും. അതിനുശേഷം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആൻസർ നിങ്ങളുടെ മനസ്സിൽ വരും, അത് നിങ്ങൾ എഴുതും. അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റിവിഷൻ എന്ന് പറയുന്നത് വീണ്ടും ഓരോ സബ്ജക്റ്റും ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക എന്നതല്ല. നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് പഠിക്കുന്ന സമയം തന്നെ കൃത്യമായി നോട്ട്സ് എഴുതുക, സമ്മറി പോയിന്റ്സ് എഴുതി വെക്കുക. അതാണ് പിന്നീട് നിങ്ങൾ റിവിഷൻ സമയത്ത് വായിക്കുന്നത്. സോ ദാറ്റ് പിന്നീട് ആ സമ്മറി പോയിന്റ്സ് എല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ആ ഫുൾ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരണം. കാരണം ഞാൻ എന്റെ എക്സാമിന്റെ ഡേറ്റ് ആയപ്പോഴത്തേക്കും ആവറേജ് 6 to 7 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുമായിരുന്നു. ചില സബ്ജക്ട്സ് അതിലും കുറവ് സമയം മതിയായിരുന്നു, ചില സബ്ജക്ട്സ് അതിലും കൂടുതലാണ്. ഇപ്പം FSA എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. അത് കുറച്ചുകൂടെ വലിയ സബ്ജക്റ്റാണ്. അത് ചിലപ്പോൾ ഒരു 10 minutes 12 minutes കൊണ്ട് ഞാൻ റിവൈസ് ചെയ്യുമായിരുന്നു. കാരണം ലാസ്റ്റ് 2 months ഞാൻ കംപ്ലീറ്റ് റിവിഷനാണ്. എല്ലാ ദിവസവും റിവിഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താണ് അവസാനം ആയപ്പോഴത്തേക്ക് എനിക്കൊരു 10 minutes അല്ലെങ്കിൽ 6 to 7 minutes മതി ഒരു സബ്ജക്ട് റിവൈസ് ചെയ്യാൻ. സോ ആ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയും പ്രഷർ കുറയും, അതുപോലെ തന്നെ റിസ്ക് കുറയും, പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ റിവിഷന്റെ കാര്യം നിങ്ങൾ അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. സിമ്പിൾ ആയിട്ട് എടുക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ഫുൾ പഠിച്ച് കാണും, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ റിവിഷൻ ഒന്നും വേണ്ട, നേരെ അങ്ങ് എക്സാം എഴുതാൻ പോയേക്കാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അത്രയും
അത്രയും എളുപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല CFAയുടെ എക്സാംസ്. നിങ്ങളുടെ നോളജ് അവർ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങൾ റിവിഷൻ പാർട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുക. പ്രോപ്പർ റിവിഷൻ നടക്കുകയും അതുപോലെ CFAയുടെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും CFAയുടെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാം. അല്ല അത്ര പാടുള്ള ഒരു എക്സാമേ അല്ല, പക്ഷെ നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യണം. പലരും ഇത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ ഈ CFA ലെവൽ 1 എക്സാം നിങ്ങൾ ജയിക്കാതിരിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ 100% ജെന്യൂൻ ആയിട്ട് എഫേർട്ട് ഇടുക, കോൺഫിഡന്റ് ആയിട്ട് ടെൻഷൻ അടിക്കാതെ പോയി എക്സാം എഴുതുക. ബാക്കി റിസൾട്ട് ഒക്കെ താനെ വന്നോളൂ. സോ ഇത്രത്തോളം ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. സോ ഇനിയും CFA ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ ബൈ.